പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് ജനറേറ്റീവ് ന്യൂക്ലിയസ് ഒക്കെ മെയിൽ ഗാമീറ്റ്സ് ആയി ഓവറിയുടെ അടുത്തെത്തി. ഇനി നടക്കുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ആണ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ബീജസങ്കലനം എന്നൊക്കെ പറയുന്നത് ഫെർട്ടിലൈസേഷൻ. സോ എന്താണ് ഫെർട്ടിലൈസേഷൻ? ദ പ്രോസസ് വേർ വൺ ഓഫ് ദി മെയിൽ ഗാമീറ്റ്സ് ദാറ്റ് റീച്ചസ് ദ ഓവ്യൂൾ ത്രൂ പൊള്ളൻ ട്യൂബ് ഫ്യൂസ് വിത്ത് ദ എഗ് സെൽ ടു ഫോം സൈഗോട്ട്. അപ്പോൾ 2 മെയിൽ ഗാമീറ്റ്സ് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഈ 2 മെയിൽ ഗാമീറ്റ്സിൽ ഒരു മെയിൽ ഗാമീറ്റും ഓവ്യൂളിലുള്ള എഗ് സെല്ലും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി. സോ ദ പ്രോസസ് വേർ വൺ ഓഫ് ദ മെയിൽ ഗാമീറ്റ്സ് ദാറ്റ് റീച്ചസ് ദ ഓവ്യൂൾ ത്രൂ ദ പൊള്ളൻ ട്യൂബ് ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ ദാറ്റ് ഈസ് കോൾഡ് ഓവം ടു ഫോം സൈഗോട്ട്. അപ്പോൾ സൈഗോട്ടാണ് ആദ്യത്തെ ആ ഒരു സിംഗിൾ സെൽ ഫെർട്ടിലൈസേഷൻ്റെ ശേഷം ഉണ്ടാകുന്ന സിംഗിൾ സെല്ലിനെ നമ്മൾ സൈഗോട്ട് എന്നാണ് പറയുക. അപ്പോൾ സൈഗോട്ട് ഉണ്ടായി. അപ്പോൾ മെയിലും ഫീമെയിലായിട്ടുള്ള ഓവവും കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടായി. ദാറ്റ്സ് ഇറ്റ്. ഈ സൈഗോട്ടാണ് പിന്നീട് ഗ്രോസ് ആൻഡ് ബിക്കം എംബ്രിയോ വിച്ച് ദെൻ ഗ്രോസ് ഇൻ ടു സീഡ്ലിംഗ്. അപ്പോൾ ഒവ്യൂളിലുള്ള പിന്നെയാണ് ഈ സൈഗോട്ടാണ് പിന്നെ അത് എംബ്രിയോ ആയിട്ടും അത് സീഡായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മെയിൽ ഗാമീറ്റ് ഓവോ ആയിട്ട് കൂടി ചേർന്നിട്ട് സൈഗോട്ട് ഉണ്ടായി. അപ്പോൾ 2 മെയിൽ ഗാമീറ്റ് ഇല്ലേ, ആ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? സെക്കൻഡ് മെയിൽ ഗാമീറ്റ് ഫ്യൂസ് വിത്ത് ദ പോളാർ ന്യൂക്ലിയേ ടു ഫോം എൻഡോസ്പേം. എൻഡോസ്പേം സ്റ്റോർസ് ദ ഫുഡ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. അപ്പോൾ എംബ്രിയോ ആണ് നമ്മളുടെ സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ആ സീഡിന് വേണ്ട ആവശ്യമായിട്ടുള്ള എൻഡോസ്പേം ഉണ്ടാവുന്നത് ഈ ഒരു സെക്കൻഡ് മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയോ ആയിട്ട് കൂടി ചേർന്നിട്ടാണ് എൻഡോസ്പേം ഉണ്ടാവുക. അപ്പോൾ എന്താണ്, ജനറേറ്റീവ് ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റും. ഈ ഒരു മെയിൽ ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറി. ഒരു മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയോ ആയിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എൻഡോസ്പേം ഉണ്ടായി. ഓക്കെ, മോണോകോട്ട് സീഡ്സ് ഇല്ലേ, മോണോകോട്ട്സ് ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉണ്ടാകുന്ന മോണോകോട്ട്സ്, ഇപ്പോൾ തേങ്ങ. ഓക്കെ, അങ്ങനെയുള്ളതിൽ മോണോകോട്ട് സീഡ് എഡിബിൾ പാർട്ട് ഈസ് ദ എൻഡോസ്പേം ആൻഡ് ഇറ്റ് സ്റ്റോർസ് ദ ഫുഡ് ഫോർ ദ എംബ്രിയോ ഗ്രോത്ത്. നമ്മൾ കാണുന്ന ആ കാമ്പില്ലേ, കാമ്പ് വൈറ്റ് പോർഷൻ നമ്മുടെ തേങ്ങയിൽ, അതും പിന്നെ ആ ഒരു വെള്ളമൊക്കെ എൻഡോസ്പേം ആയിട്ട് വരും. ഓക്കെ, ഇനി ഡൈക്കോട്ട് പ്ലാന്റ്സിലാണെങ്കിൽ ദ ഫുഡ് ഫോർ ദ എംബ്രിയോ ഗ്രോത്ത് ഈസ് സ്റ്റോർഡ് ഇൻ കോട്ട്ലിഡൻ. ഡൈക്കോട്ട് പ്ലാന്റ്സിലാണെങ്കിൽ ദ ഫുഡ് ഫോർ ദ എംബ്രിയോ ഗ്രോത്ത് ഈസ് സ്റ്റോർഡ് ഇൻ കോട്ട്ലിഡൻസ്. ആ പരിപ്പായിട്ട് നിൽക്കില്ലേ കോട്ട്ലിഡൻസ്, 2 കോട്ട്ലിഡൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ കടല, ചെറുപയർ, ഇതൊക്കെ നമുക്ക് തുറന്നു നോക്കിയാൽ കാണാം 2 കോട്ട്ലിഡൻസ്, 2 ഒരു എന്താ പറയുക പരിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് ആ സീഡിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസൊക്കെ ഉണ്ടാകുന്നത്, എൻഡോസ്പേം അതാണ്. അപ്പോൾ നമ്മൾ ട്യൂബ് ന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ, പൊള്ളൻ ട്യൂബിൻ്റെ ഫംഗ്ഷൻ, മെയിൽ ഗാമീറ്റ്സിൻ്റെ ഫംഗ്ഷൻ, ഫെർട്ടിലൈസേഷൻ എന്താണ്, എങ്ങനെയാണ് എൻഡോസ്പേം ഫോം ചെയ്യുന്നത്, ഇത്രയും കാര്യം ഡിസ്കസ് ചെയ്തല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? In monocot plants like paddy, maize, coconut, endosperm cells are formed through the division of the endosperm nucleus. During the stage when the seed germinates and becomes seedling, the stored food required for the growth of embryo is found in the endosperm cell. You may already know that in monocot seeds, the edible part is the endosperm, but in dicot plants, the food required for the growth of embryo is stored in the cotyledons. ആ 2 കോട്ട്ലിഡൻസിലാണ് ഡൈക്കോട്ട്സിൽ. എന്നാൽ മോണോകോട്ട്സിൽ ഇപ്പോൾ തേങ്ങ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അതാണ്. തേങ്ങയിൽ നമ്മൾ കഴിക്കുന്ന പാർട്ടും കുടിക്കുന്ന അതും എല്ലാം എൻഡോസ്പേമാണ്. ഇപ്പോൾ തേങ്ങ ഇങ്ങനെ മുളക്കാനാവുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഇപ്പോൾ കരിക്കിൽ വെള്ളം ഒരുപാടുണ്ടാവും, പക്ഷേ കാമ്പ് വളരെ കുറവല്ലേ. അത് എല്ലാം എൻഡോസ്പേം തന്നെയാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഓൾ ഓവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്ലവറിന് പ്ലാന്റ്സിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഫ്ലവറിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാവും. സ്റ്റെയ്മനും പിസ്റ്റിലും. സ്റ്റെയ്മന് ഫിലമെൻ്റ് ഉണ്ടാവും, ആന്തർ ഉണ്ടാവും. പിസ്റ്റിലിൽ ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ ഉണ്ടാവും. അതിൽ ആന്തറിലാണ് പൊള്ളൻ ഗ്രെയിൻ ഉള്ളത്.
ഓക്കെ, ഈ പൊള്ളൻ ഗ്രെയിൻ നിന്നാണ് സ്പേം ഉണ്ടാകുന്നത്, അതായത് മെയിൽ ഗാമേറ്റ്. പിസ്റ്റിൽ ഓവറിയിലാണ് ഓവ്യൂൾ ഉണ്ടാകുന്നത്, ഓവ്യൂളിലാണ് നമ്മുടെ ഓവം, ഫീമെയിൽ ഗാമേറ്റ്. അപ്പോൾ ഈ സ്പേമും ഓവ്യൂളും കൂടി ചേർന്നിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഈ ഫെർട്ടിലൈസേഷത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഉണ്ടാകുന്ന ആ ഒരു ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പേരാണ് സൈഗോട്ട്. ഈ സൈഗോട്ടാണ് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? ഇത്രയും നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് മനസ്സിലായി when reproduction happens through fertilization, it is called sexual reproduction. അപ്പോൾ ലൈംഗിക പ്രത്യുൽപാദനം, അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നാൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പോൾ ആ സെക്ഷൽ റീപ്രൊഡക്ഷനോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഈ ഫെർട്ടിലൈസേഷൻ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആ റീപ്രൊഡക്ഷൻ നമ്മൾ എന്ത് പറയും? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ് ആണ്. പ്ലാന്റ്സിൻ്റെ പഠിച്ചു, ഇനി ഹ്യൂമൻ്റെ പഠിക്കാം. ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ, നമുക്ക് എല്ലാവർക്കും ഉണ്ട് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻ. ഓക്കെ, ഇനി ഒരു കാര്യമുണ്ട്, ഹോർമോൺസ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഹോർമോൺസ്? യെസ്, കേൾക്കാതിരിക്കില്ല. ഓക്കെ, ഹോർമോൺസ് എന്താണ്? ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ദേ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് വേരിയസ് ലൈഫ് ആക്ടിവിറ്റീസ്. ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഒരു ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ടാകും, പുരുഷന്മാർക്ക് ഒരു ഹോർമോൺസ് ഉണ്ടാകും. പിന്നെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡൊക്കെ ഇല്ലേ, ഇങ്ങനെ ഓരോ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺസും എൻസൈംസും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ടാക്കുന്നതാണ് ഹോർമോൺസ്. നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഈ ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോർമോൺസ് എന്ന് കേൾക്കുമ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന കെമിക്കൽസാണ് ഹോർമോൺസ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞാലോ? ഓക്കെ, പ്ലാന്റ്സിനിപ്പോൾ സ്റ്റിഗ്മയും പിസ്റ്റലും സ്റ്റേമനൊക്കെ ഉള്ള പോലെ തന്നെ നമുക്കുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ഇവിടെ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടെസ്റ്റസ്. ടെസ്റ്റസ് എന്താണ്? ടെസ്റ്റസ് ആണ് സ്പേം ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ. സ്പേം ഉണ്ടാക്കുന്നതും മെയിൽ സെക്സ് ഹോർമോണിൻ്റെ പേരെന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ. നമ്മൾ പറഞ്ഞു ഹോർമോൺസ് വേരിയസ് ലൈഫ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ മെയിൽ ഹോർമോൺ, മെയിൽ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ഇതുണ്ടാക്കുന്നത് നമ്മുടെ ടെസ്റ്റസ് ആണ്. കൂടെ സ്പേമിനെ ഉണ്ടാക്കും. ദെൻ പിന്നെ വരുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സ്. ഇവിടെ 3 ഗ്ലാൻഡ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ ഉള്ളൂ മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത്? ഇറ്റ് പ്രൊഡ്യൂസ് ദ ഫ്ലൂയിഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ സബ്സ്റ്റൻസ് നീഡഡ് ഫോർ ദ നറിഷ്മെൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്പേം. സ്പേമിൻ്റെ മൂവ്മെൻറ്റും സ്പേമിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. പിന്നെ ടെസ്റ്റിസ് ഉണ്ടാക്കിയ സ്പേമിനെ ട്രാൻസ്പോർട്ട് മെയിൽ ഗാമീറ്റ്സ് ഫ്രം ടെസ്റ്റിസ് ടു യുറീത്ര. യുറീത്രയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു ട്യൂബാണ് വാസ് ഡിഫറൻസ്. ഓക്കെ, ഇറ്റ് ട്രാൻസ്പോർട്ട് മെയിൽ ഗാമീറ്റ്സ് ഫ്രം ദ ടെസ്റ്റിസ് ടു ദ യുറീത്ര. ഉണ്ടായ സ്പേമിനെ യുറീത്രയിലോട്ട് കൊണ്ടു കൊടുക്കുന്ന ആൾ, ആ ഒരു ട്യൂബാണ് വാസ് ഡിഫറൻസ്. പിന്നെ ഉള്ളത് പെനിസ്. പെനിസ് എന്താണ്? ത്രൂ ദിസ് ഡക്റ്റ് ബോത്ത് യൂറിൻ ആൻഡ് സ്പേം ആർ ഡിസ്ചാർജ്ഡ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെലിവർ ദ സ്പേം ഇൻ ടു വജീന. അപ്പോൾ വജീനയിലോട്ട് സ്പേമിനെ ഡെലിവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പെനിസാണ്. ഈ പെനിസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബോത്ത് യൂറിനും സ്പേമും, സീമൻ എന്ന് പറയും, സ്പേം അടങ്ങിയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ സീമൻ എന്നാണ് പറയാം. ആ സീമനെയും ഡെലിവർ ചെയ്യുന്നത് ആരാണ്? പെനിസാണ്. ഓക്കെ. In males, the testes are located on the scrotal sac just below the penis. അപ്പോൾ ഈ ടെസ്റ്റിസ് നിൽക്കുന്നത് സ്ക്രോട്ടൽ, വൃഷണസഞ്ചി എന്ന് പറയുന്ന പെനസിൻ്റെ താഴെയായിട്ട്. സോ ഫോർ സ്പേം പ്രൊഡക്ഷൻ ദ ടെമ്പറേച്ചർ 2 to 2.5 degrees Celsius lower than the normal body temperature is to be maintained. The contraction and relaxation of scrotal sac helps maintaining the temperature. അപ്പോൾ ആ സ്ക്രോട്ടൽ സാക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിന്നും 2 to 2.5 ടെമ്പറേച്ചർ താഴെയായിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ. അതങ്ങനെയാണ് നിൽക്കേണ്ടത്. ബോഡി ടെമ്പറേച്ചറിലല്ല അത് കൂടുതൽ വർക്ക് ചെയ്യുക.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കൺട്രാക്റ്റ് ചെയ്യും, റിലാക്സ് ചെയ്യും, അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ വരുന്നത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് വജൈനയാണ്. വജൈന ഇസ് ദ പാർട്ട് ദാറ്റ് ഓപ്പൺസ് ദ യൂട്രസ് ടു ദ ഔട്ട്സൈഡ്. അപ്പോൾ യൂട്രസ് ഔട്ട്സൈഡിലോട്ട് തുറക്കുന്നത്, പുറത്തോട്ട് തുറക്കുന്നത് ത്രൂ വജൈനയാണ്. ഇറ്റ് ഈസ് വേർ ദ സീമൻ ഈസ് ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത്. ദ ബേബി കംസ് ഔട്ട് ത്രൂ ദിസ് പാർട്ട്. അപ്പോൾ നോർമലി നമ്മൾ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞ് പുറത്തോട്ട് വരുന്നതും ഈ ഒരു വജൈനയിലൂടെയാണ്. അതേപോലെ സ്പേം ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതും ഈ വജൈനയിലാണ്. പിന്നെ വജൈനൻ്റെ നേരെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? യൂട്രസ് ആണ്. യൂട്രസ് എന്താണ്? ദ പാർട്ട് ദാറ്റ് കംപ്ലീറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് എ എംബ്രിയോ. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ 9 മാസം ആ കുഞ്ഞിൻ്റെ വീട് എന്താണ്? ഈ യൂട്രസ് ആണ്. ആ എംബ്രിയോൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് യൂട്രസിൽ വെച്ചിട്ടാണ്. പിന്നെ യൂട്രസിൽ നിന്ന് 2 ഓവറീസ് ഉണ്ട്. ആ 2 ഓവറിയിലേക്കും പോകുന്ന ഒരു വഴി, ഇപ്പോൾ ടെസ്റ്റിസിൽ നിന്ന് യുറീത്രയ്ക്ക് എത്തിയ ആ ഒരു വാസ്റ്റ് ഡിഫറൻസിൻ്റെ പോലെ തന്നെ ഈ ഓവറീനെ യൂട്രസിനെ കണക്ട് ചെയ്യുന്ന ട്യൂബാണ് ഫെല്ലോപ്പിയൻ ട്യൂബ്. ഓരോ സ്ത്രീകൾക്കും 2 ഫെല്ലോപ്പിയൻ ട്യൂബ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫെല്ലോപ്പിയൻ ട്യൂബ് എന്താണ്? ഇറ്റ് ക്യാരീസ് ദ ഓവം ടു ദ യൂട്രസ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എഗെയിൻ സ്പേമും ഓവം കൂടിച്ചേരുന്നത് ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. എന്നിട്ടാണ് അത് യൂട്രസിലോട്ട് പോയിട്ട് എംബ്രിയോ വളരുന്നത്. ഓക്കെ, സോ ഫെല്ലോപ്പിയൻ ട്യൂബ് ക്യാരീസ് ദ ഓവം ടു ദ യൂട്രസ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. പിന്നെ ഉള്ളത് ഓവറി. ഓവറി പ്രൊഡ്യൂസസ് ദ ഓവം ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ടെസ്റ്റിസ് സ്പേമിനെ ഉണ്ടാക്കും. അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്ററോൺ, മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഓവറി ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ടാക്കും, കൂടെ ഓവത്തിനെ ഉണ്ടാക്കും. ഓക്കെ, ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ഇത് രണ്ടും നിങ്ങൾ നോക്കുക. ഇതിൽ നോട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ നമ്മളൊന്ന് ടാബിലൈസ് ചെയ്ത് എഴുതാൽ നമുക്ക് ടെസ്റ്റിസിൻ്റെ ഫങ്ഷൻ എന്താണ്? പ്രൊഡ്യൂസ് സ്പെർം ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺസ്. വാസ്റ്റ് ഡിഫറൻസ് ട്രാൻസ്പോർട്ട് മെയിൽ ഗാമീറ്റ് ഫ്രം ദ ടെസ്റ്റിസ് ടു യുറേത്ര. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് എ ഫ്ലൂയിഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ സബ്സ്റ്റൻസ് നീഡഡ് ഫോർ ദ നറിഷ്മെൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് സ്പെർം. Penis is discharge both urine and sperm, helps to deliver the sperm into vagina. അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ ഓവറി ഉണ്ട്. ഓവറിയാണ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജനെ പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ഫെല്ലോപ്പിയൻ ട്യൂബിലാണ് നമ്മളുടെ ക്യാരീസ് ഓവം ടു ദ യൂട്രസ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. Uterus, the part that completes the growth of embryo. Vagina is the part that opens the uterus to the outside. Sperm is deposited during childbirth. Baby comes out through this part. Okay. Human being in the gametes ഏതൊക്കെയാണ്? മെയിൽ സ്പേമും ഫീമെയിൽ ഓവവും ആണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? സ്പേമിന് 3 പാർട്ട് ഉണ്ടാവും: ഹെഡ്, ബോഡി, ടെയില്. ഓവം എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരാളാണ്. സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കോട്ട് ഔട്ട്സൈഡ് ദ സെൽ വാൾ. സെൽ വാളിൻ്റെ പുറത്ത് ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊട്ടക്റ്റീവ് കോട്ടൊക്കെ ഉണ്ട്. സ്പേമിൻ്റെ സൈസ് നമുക്ക് അത്രയും മെഷർ ചെയ്യാൻ പറ്റാത്ത വളരെ ചെറുതാണ്. ഓവം എന്ന് പറയുന്നത് സ്പേമിനേക്കാളും വലിയ ഒരു സെല്ലാണ്. രണ്ടും സിംഗിൾ സെൽ തന്നെയാണ്. പിന്നെ മോട്ടിലിറ്റി ടെയിൽ ഹെൽപ്സ് ടു മൂവ് ഇൻ എ ഫ്ലൂയിഡ് മീഡിയം. അപ്പോൾ ഫ്ലൂയിഡ് മീഡിയത്തിൽ നീന്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെയിലുണ്ട് സ്പേമിന്. അപ്പോൾ മൂവ് ചെയ്യാൻ പറ്റും സ്പേമിന്, പക്ഷേ ഓവത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഓവത്തിൻ്റെ അടുത്തോട്ട് സ്പേം വരിക ചെയ്യാം, അല്ലാതെ ഓവം എങ്ങോട്ടും പോവില്ല. ഓവം മൂവ് ചെയ്യാതെ അവിടെ ഇങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിൽ നിൽക്കും. ഫെലോപ്പിയൻ ട്യൂബിലുള്ള സീലിയറി ആക്ഷൻ കൊണ്ടൊക്കെയാണ് അത്, സീലിയറി മൂവ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഓവം ഇങ്ങനെ മെല്ലെ മെല്ലെ വരും. പക്ഷേ ഓവത്തിൻ്റെ അടുത്തോട്ട് നീന്തി വരുന്നത് ആരാണ്? സ്പേമാണ്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഗാമീറ്റിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്പേമും ഉണ്ട്, ഓവം ഉണ്ട്. സ്പേം എന്ന് പറയുന്നത് മെയിൽ ഗാമീറ്റാണ്. 3 പാർട്ടുണ്ട്: ഹെഡ്, ബോഡി, ടെയിൽ. ന്യൂക്ലിയസ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഹെഡ്. ടെയിൽ ഹെൽപ്സ് ഇറ്റ് ടു മൂവ് ഇൻ എ ഫ്ലൂയിഡ് മീഡിയം.
ടെയിൽ ഹെൽപ്പ് ചെയ്യും. ഓവം ആണെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പാണ്. സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവ് കോട്ട് ഔട്ട്സൈഡ് ദ സെൽ വാൾ. സോണ പെല്ലുസിഡ അങ്ങനെ സെൽ വാളുകളൊക്കെ ഉണ്ട് അതിന്, പ്രൊട്ടക്റ്റീവ് കോട്ടുകൾ. പിന്നെ ലാർജർ ഇൻ സൈസ് ദാൻ മെയിൽ ഗാമേറ്റ്, ഹാസ് നോ എബിലിറ്റി ടു മൂവ്, മൊബൈലല്ല. ഹെഡ്, ന്യൂക്ലിയസ്, പ്ലാസ്മ മെംബ്രെയിൻ, എക്സ്റ്റേണൽ മെംബ്രെയിൻ, ബോഡി, ടെയിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പാർട്ടുകൾ. അപ്പോൾ അതെല്ലാവരും നോക്കുക. പിന്നെ വരുന്നത് ഫെർട്ടിലൈസേഷനാണ്. പിന്നെ നമ്മുടെ ഹ്യൂമനിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? സീമൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സ്പേം സെൽസ് ആൻഡ് സെക്രീഷൻസ് ഫ്രം ദ ഗ്ലാൻഡ്സ് ലൈക്ക് ദ പ്രോസ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ പഠിച്ചില്ലേ, അതേപോലെ സെമിനൽ വെസിക്കിൾ, ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്, അങ്ങനെ 2-3 ഗ്ലാൻഡ്സ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലാൻഡ്സിൻ്റെ എല്ലാം കൂടെ സെക്രീഷനാണ് സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ ചേരുമ്പോഴാണ് സീമൻ എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഉണ്ടാകുന്നത്. സോ semen is the combination of sperm cells and secretions from the gland like prostate. Expulsion of semen is called ejaculation. അപ്പോൾ semen പുറത്തു വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ejaculation എന്ന് പറയും. Sperm travels through the vagina, uterus and enters the fallopian tube. സ്പേം ആണല്ലോ ട്രാവൽ ചെയ്യുന്നത്, സ്പേമിനാണ് മൊബിലിറ്റി ഉള്ളത്. അങ്ങനെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദ പ്രോസസ് ഓഫ് ദ സ്പേം യുണൈറ്റിംഗ് വിത്ത് ദ എഗ് ഇൻ ദ ഫെല്ലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഫെല്ലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് സ്പേമും ഓവവും കൂടെ കൂടിച്ചേരുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. യെസ്, മെയിലും ഫീമെയിലും കൂടിച്ചേരുമ്പോൾ അവിടെ ഫെർട്ടിലൈസേഷൻ, ബീജസംയോഗം നടക്കും. ഓക്കെ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഈസ് ഫോംഡ് വിച്ച് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ, ജസ്റ്റ് ലൈക്ക് പ്ലാന്റ്സ്. പ്രോസസ്സൊക്കെ സെയിം ആണ്, ബാക്കി സെൽസിലൊക്കെ മാറ്റുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ള പ്രോസസ് ഇസ് ഓവുലേഷൻ. എന്താണ് ഓവുലേഷൻ? Ovulation is the process in which a fully matured ovum is released from the ovary is called ovulation. അപ്പോൾ അണ്ടാശയത്തിൽ നിന്ന്, ഓവറിയിൽ നിന്ന് ഓവം പുറത്തു വരുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഓവുലേഷൻ. Along with this, the thickness of endometrium in the uterus increases and more tissues and blood capillaries are formed in it. ഇവിടെ ഓവറിയിൽ ഓവം മെച്ചുവേർഡായി ഓവം റിലീസാവുന്നതോടൊപ്പം തന്നെ യൂട്രസിൻ്റെ ഇന്നർ വാളിൻ്റെ പേരാണ് എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിൻ്റെ കട്ടി കൂടി വരും. 4 മില്ലിമീറ്റർ ഒക്കെ ആവും അതിൻ്റെ കട്ടി. അതിങ്ങനെ കൂടി വരും. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ, ഓരോ മാസവും ഉണ്ടാകുന്ന കാര്യമാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ വാട്ട് ഇറ്റ് മീൻസ്, അവിടെ സ്പേം വരികയാണ്, സ്പേമും ഓവവും മീറ്റ് ചെയ്ത് അവർ ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടായ എംബ്രിയോ ഉണ്ടായി അതൊരു കുഞ്ഞായിട്ട് മാറും. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കുകയാണെങ്കിൽ അത് മെൻസ്ട്രേഷനായിട്ട് മാറും. The newly formed tissues on the inner lining of the uterus break down and discharged through the vagina along with the blood and mucus. അപ്പോൾ ഓരോ മന്തും നമ്മളുടെ ബോഡി, നമ്മുടെ യൂട്രസും നമ്മുടെ ഓവം റിലീസ് ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മളുടെ യൂട്രസ് അവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എവ്രി മന്ത് ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കുമ്പോൾ മെൻസ്ട്രേഷനായിട്ട് മാറും. ആ ഒരു പുതുതായി ഉണ്ടായിട്ടുള്ള ഇന്നർ ലൈനിങ് ഇല്ലേ, കുറേ ബ്ലഡ് ടിഷ്യൂസും കാപ്പിലറീസും ഒക്കെ വെച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ടിഷ്യൂ, മ്യൂക്കസും എല്ലാ ബ്ലഡും എല്ലാം കൂടെ ഇങ്ങനെ ഷ്രെഡ് ചെയ്തിട്ട് പോരും. അതാണ് മെൻസ്ട്രൽ ബ്ലഡായിട്ട്, ബ്ലീഡിങ് ആയിട്ട് നമുക്കൊരു 5-6 ദിവസം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മെൻസ്ട്രേഷൻ? ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സാഹചര്യത്തിൽ ന്യൂലി ഫോംഡ് ടിഷ്യൂസ് ഓൺ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ഡിസ്ചാർജ് ത്രൂ ദ വജീന along with the blood and mucus. Okay, this is called menstruation. And what is ovulation? Ovulation is the process in which fully matured ovum is released from the ovary. Is called ovulation. സെറ്റ് ആയല്ലോ. ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പഠിച്ചു. ഫെർട്ടിലൈസേഷൻ നടന്നാൽ എന്ത് സംഭവിക്കും? അതൊരു കുഞ്ഞായിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മെൻസ്ട്രേഷനായിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? രണ്ടും കൂടി ഒരുമിച്ചുണ്ടാവില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ആ ഒരു 9 months എന്തുണ്ടാവില്ല, നമുക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. അല്ലാത്ത ടൈമിലൊക്കെ ഒരു ഗേളിനെ സംബന്ധിച്ച് എപ്പോഴും മെൻസ്ട്രേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ടിൽ മെനോപോസ്. ഒരു 45 to 55 ആ ഒരു റേഞ്ചിൽ ഓരോ സ്ത്രീകളെ ഡിപ്പെൻഡ് ചെയ്യും.
ഒരു 45 മുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാം മെനോപോസ്. അതിൻ്റെ ശേഷം മെനോപോസ് എന്ന് പറയുന്നൊരു ഇത് അറ്റൈൻ ചെയ്താൽ പിന്നെ നമുക്ക് ഉണ്ടാവില്ല പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ.